സോ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ്. ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മിക്കവാറും PSC എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു മാർക്കെങ്കിലും ആ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവെ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എ ആൻഡ് ദ. ഇതാണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ ഇതെല്ലാവർക്കും അറിയാം. സോ ഇതെവിടെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണ്ട എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ ഇതെവിടേക്ക് ഉപയോഗിക്കണം, എവിടേക്ക് ഉപയോഗിക്കണ്ട എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് നിഷ്പ്രയാസം ലഭിക്കും. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് വൺ ഫസ്റ്റ്. സോ ഫസ്റ്റ് നമ്മൾ എ ആൻഡ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എയും ആനും നിങ്ങളെല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മളെപ്പോഴും ഒരു നൗണിൻ്റെ മുമ്പിലാണ് യൂസ് ചെയ്യാറുള്ളത്. നൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നാമം എന്ന് പറഞ്ഞാൽ ബുക്ക്, പുസ്തകം, പെൻ, പേന, വാച്ച്. ഓക്കെ, സോ എ ബുക്ക്, എ പെൻ, ഒരു പുസ്തകം, ഒരു പേന, ഒരു വാച്ച്, ഇതിനൊക്കെയാണ് നമ്മൾ പൊതുവെ എയും ആനും യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ നമുക്ക് വരാം. ഈ എയും ആനും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ കഴിയില്ല. ആനൊരു പ്രത്യേക സ്ഥലങ്ങളുണ്ട്, പ്രത്യേക റൂളുണ്ട്. അവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ആന് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതെന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് കം ടു ഫസ്റ്റ് എ ആൻ. ഓക്കെ, എയിലേക്കും ആനിലേക്കും വരാം. സോ എ ആൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. എന്നാൽ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദ പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ആനെ പറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ക്യാറ്റ്, ഒരു പൂച്ച, എ പെൻ, ഒരു പേന, എ മാൻ, ഒരു മനുഷ്യൻ, തുടങ്ങിയതൊക്കെ എക്സാമ്പിളാണ്. സോ ഫോർ എക്സാമ്പിൾ ആൻ എലഫൻറ്റ്, ഒരു ആന. ഓക്കെ, ആൻ ഇന്ത്യൻ, അവിടെ ആനാണ് യൂസ് ചെയ്തിട്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ക്യാറ്റിൻ്റെ മുമ്പിൽ എ യൂസ് ചെയ്തു, പെന്നിൻ്റെ മുമ്പിൽ എ യൂസ് ചെയ്തു, മാനിൻ്റെ മുമ്പിൽ യൂസ് ചെയ്തു, ഒരു അർത്ഥം കിട്ടാനായിട്ട്. പക്ഷേ ഒരു എലിഫൻ്റ് എന്ന് നമുക്ക് എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഇംഗ്ലീഷിൽ. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് തെറ്റുന്നതെന്നാണ്. അവിടുത്തെ വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ എ ക്യാറ്റ് എന്നും താഴത്ത് ആൻ എലഫൻ്റ് എന്നും വന്നത് എന്ന ഡിഫറൻസ് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആന് യൂസ് ചെയ്യുന്നത് പൊതുവെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ആൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്, സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് വവൽസിന് മുന്നിലാണ് ആൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വവൽസ് എന്താണെന്ന് ഞാൻ പറയാം. ഒന്നുമില്ല, എ ഇ ഐ ഒ യു ഈ പറയുന്ന ഈ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ 5 ലെറ്റേഴ്സിനാണ് നമ്മൾ വവൽ സൗണ്ട്സ് എന്ന് പറയാം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു വേർഡിൻ്റെ ആദ്യ ലെറ്റർ വവൽ സൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ആർട്ടിക്കിൾ ആൻ ആയിരിക്കുമെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു വേർഡ് ഞാൻ എടുക്കുകയാണ്, ELEPHANT, ഒരു നൗണാണല്ലേ, ഒരു വേർഡ് നൗണാണ്. എലിഫൻറ്റ് എന്ന് പറഞ്ഞാൽ ആനയാണ്. ഓക്കെ, സോ നമുക്ക് ഒരാന എന്ന് പറയണം. സാധാരണ നമുക്ക് ഒരുവിൻ്റെ മീനിങ് അറിയാം, എ എലിഫൻറ്റ്. തെറ്റാണ്. നമുക്കിവിടെ അറിയാം, ഒന്നാമത്തെ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് എ ആണോ ആനാണോ എന്ന് തീരുമാനിക്കുക. ഇവിടെ ഇ ആണല്ലേ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് AEIOU, ഇതിലേതെങ്കിലും വവൽ സൗണ്ട് ആ ആദ്യത്തെ ലെറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇ വന്നല്ലേ. സോ ഇ വന്നു. സോ അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ആൻ ആണ് വരേണ്ടത്. ക്ലിയർ, ആൻ ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എപ്പോഴും എന്ത് ചെയ്യില്ല, എപ്പോഴും ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഇവിടെ ഓക്കെ ആൻ അംബ്രല്ല, യു വന്നു, AEIOU വന്നു, എ വന്നു, ആപ്പിൾ, ഒരു ആപ്പിൾ എന്നുള്ളതിന് യു വന്നു. പക്ഷേ ഇവിടെ ഞാനൊരു എക്സാമ്പിളിലേക്ക് കൊണ്ടുവരാം. ആൻ ഇന്ത്യൻ കറക്റ്റാണ്, പക്ഷേ ഇവിടെ ആൻ യൂറോപ്യൻ തെറ്റാണ്.
എ യൂറോപ്യൻ എന്നാണ് പറയേണ്ടത്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ എന്താ, നിങ്ങൾ നോക്കുമ്പോൾ എ ഇ ഐ ഒ യുയിലെ ഇ അവിടെ ഉണ്ട്, വവൽസിൽ ഇ അവിടെ ഉണ്ട്. ഫസ്റ്റ് വേർഡ് ഇ ആണ് അല്ലേ, ഫസ്റ്റ് വേർഡ് ഇ ആണ്, ഇ അവിടെയുണ്ട്. യൂറോപ്യൻ അല്ലേ, ഇ ഉണ്ട്. സോ എന്തുകൊണ്ടും ഇ വന്നുകൊണ്ട് ആനല്ല ഉപയോഗിക്കണം. പക്ഷെ തെറ്റാണ്. എങ്ങനെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മലയാളം അറിയാൻ പറ്റും അല്ലേ. മലയാളത്തിൽ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്ന അക്ഷരങ്ങളുണ്ട് അല്ലേ. അ ആ ഇ ഈ ഉ ഊ എ എ ഐ ഓ ഓ, ഇത്രയുമാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്ന വേർഡിൽ എ ആണോ ആൻ ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആ വേർഡ് ഒന്ന് ഉച്ചരിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ അംബ്രല്ല, നിങ്ങൾ ആ വേർഡിൻ്റെ ലെറ്റർ നോക്കണ്ട, നിങ്ങൾ ആ വേർഡ് ഉച്ചരിച്ച് നോക്കുക. അംബ്രല്ല. സോ അംബ്രല്ല എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? അംബ്രല്ല അല്ലേ. ബാക്കി നോക്കിയോ, ഈ ഫസ്റ്റ് ആയാണ് വരിക. മലയാളം തെറ്റ് ശരിയാണോ ഒന്നും നോക്കണ്ട. ഓക്കെ, സോ അംബ്രല്ല. ഓക്കെ, അംബ്രല്ല എന്നിങ്ങനെ എഴുതുക. അപ്പോൾ ശരിക്കും നിങ്ങൾ ആദ്യത്തെ മലയാളത്തിലേക്ക് ആകുമ്പോൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അംബ്രല്ല എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ആ അല്ലേ, ആ എന്നാണ് വരിക. സോ അത് നിങ്ങൾ നോക്കുക, സ്വരാക്ഷരമാണോ എന്ന് നോക്കുക. സ്വരാക്ഷരമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻ എഴുതാം. ഞാൻ നേരത്തെ നമ്മൾ കൺഫ്യൂഷൻ വന്ന ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എ യൂറോപ്യൻ അല്ലേ. എ യൂറോപ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂറോപ്യൻ എന്ന് എഴുതി. മലയാളത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ പ്രൊനൗൺസ് ചെയ്ത് നോക്കാം. യൂറോപ്യൻ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അങ്ങനെ യൂറോപ്യൻ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക. സോ യു എന്ന് പറയുന്നത് സ്വരാക്ഷരങ്ങളിൽ പെട്ടതല്ല. ആ ഈ ഓ വരുന്ന സ്വരാക്ഷരങ്ങളിൽ പെട്ടതല്ല, അത് വ്യഞ്ജനാക്ഷരങ്ങളിൽ പെട്ടതാണ്. അതായത് നിങ്ങൾ സ്വരാക്ഷരം മാത്രം പരിഗണിച്ചാൽ മതി. സ്വരാക്ഷരത്തിൽ പെടാത്തതാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എന്ത് ചെയ്യാം, എ കൊടുക്കാം. ക്ലിയർ? ദാറ്റ് മീൻസ് ഈ സ്വരാക്ഷരത്തിൽ നിങ്ങൾ ഉച്ചരിച്ച് നോക്കുക. ഉച്ചരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്വരാക്ഷരത്തിൽ പെട്ടതാണെങ്കിൽ നേരെ ആൻ എഴുതുക. പക്ഷെ ഇവിടെ നിങ്ങൾ ഉച്ചരിച്ച് നോക്കുമ്പോൾ യൂറോപ്യൻ സ്വരാക്ഷരമല്ല. യാ ഒരിക്കലും സ്വരാക്ഷരമല്ല. കാരണം യാ ഏതക്ഷരമാണ്? വ്യഞ്ജനാക്ഷരം. ഖ മുതൽ യാരാലാവ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടം വരെ വ്യഞ്ജനാക്ഷരങ്ങളാണ്. ഓക്കെ, സ്വരാക്ഷരങ്ങൾ മാത്രം പഠിച്ചാൽ ബാക്കിയെല്ലാം വ്യഞ്ജനാക്ഷരങ്ങളാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് വളരെ ഈസിയാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആർട്ടിക്കിളിൽ എ ആണോ ആൻ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ ഒരൊറ്റ റൂള് നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മലയാളം അറിയാമല്ലോ, സ്വരാക്ഷരങ്ങൾ ഏതാണ്. സ്വരാക്ഷരങ്ങൾ അറിയില്ലെങ്കിൽ സിമ്പിളാണ് അത്. ഇതാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അ ആ ഇ ഈ ഉ ഊ എ എ ഐ ഓ ഓ, കഴിഞ്ഞു. ഇത്രയും സ്വരാക്ഷരങ്ങളുള്ളൂ. ബാക്കിയൊക്കെ വ്യഞ്ജനാക്ഷരങ്ങളാണ് മലയാളത്തിൽ. സോ ഈ സ്വരാക്ഷരങ്ങൾ മാത്രം ജസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ തന്ന വേർഡ് ഉച്ചരിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ആപ്പിൾ എന്നാണ്, ആപ്പിൾ. ഓക്കെ, ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ. ആ അവിടെ ഏതാ ഉച്ചാരണം വരുന്നത്? ആ. സോ നിങ്ങൾ നോക്കുക, ആ, യെസ്. സോ ആൻ. ഇന്ത്യൻ അവിടെ ഉച്ചരിക്കുമ്പോൾ ഇ. സോ നോക്കുക, ഇ. സോ ആൻ. ഈ വരുന്നതുകൊണ്ട് ആൻ. എലഫൻറ്റ്. നേരെ യൂറോപ്പിൽ എന്താ വരുന്നത്? യായാണ് വരുന്നത്. സോ സ്വരാക്ഷരങ്ങളല്ല, ഏതാ? വ്യഞ്ജനാക്ഷരങ്ങളാണ്. സ്വരാക്ഷരങ്ങളല്ലാത്തതുകൊണ്ട് എ. ക്ലിയർ? ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും. നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു വ്യഞ്ജനാക്ഷരങ്ങൾ പറഞ്ഞല്ലേ, അതായത് സ്വരാക്ഷരങ്ങളല്ലാത്ത വരുന്നതെല്ലാം എ ആണ് യൂസ് ചെയ്യേണ്ടത്. യൂണിവേഴ്സിറ്റി നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെയാണ് തെറ്റ് പറ്റുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള യൂറോപ്പിലും യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റിലൊക്കെയാണ് തെറ്റ് വരുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ എഴുതുമ്പോൾ ഉച്ചരിക്കുമ്പോൾ മലയാളത്തിൽ ഉച്ചരിക്കുമ്പോൾ യു അല്ലേ, യു ആണ് ഉച്ചരിക്കുന്നത്. സോ യു എന്ന് പറയുന്നത്, യാ എന്ന് പറയുന്നത് എന്താണ്? വ്യഞ്ജനാക്ഷരമാണ്. വ്യഞ്ജനാക്ഷരങ്ങൾ ഏത് വന്നാലും എ. ഹോട്ടൽ, ഹോ. കറക്റ്റ്, ഹോ. ഹോ വ്യഞ്ജനാക്ഷരമാണ്. ഇയർ ഇങ്ങനെ എഴുതിയാലും നമുക്ക് പറയാൻ പറ്റും, ഇയർ. ക്ലിയർ? സോ വളരെ ഈസിയാണ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. ഈ ഒരു ഒറ്റ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. എന്താണ് മെത്തേഡ്?
നമ്മൾ ഒരു വേർഡ് എടുക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് തരുകയാണ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്. ഇതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഷീറ്റിൽ എ ഉണ്ടാകും, ആൻ ഉണ്ടാകും, ദ ഉണ്ടാകും, നൺ ഓഫ് ദീസ് ഉണ്ടാകും. സോ ഇതിൽ നമ്മൾ ആലോചിക്കുക എന്താ? യൂണിവേഴ്സിറ്റി. മലയാളത്തിലേക്ക് ഉച്ചാരണം ആലോചിക്കുക, യൂണിവേഴ്സിറ്റി. സോ മനസ്സിലായി, യായാണ്. യാ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരമാണ്, സ്വരാക്ഷരമല്ല. വ്യഞ്ജനാക്ഷരം വന്നാൽ എന്താ? എ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്. ക്ലിയർ? സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സോ വളരെ ഈസി ആയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും. ദർ ഈസ് നോട്ട് ഔട്ട്. സോ നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തത് എന്താണ്? എ ആൻ ദ നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. സോ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹീ ഈസ് ആൻ MLA ഫ്രം കേരള. ഹീ ഈസ് ആൻ MLA ഫ്രം കേരള അല്ലേ? ഹീ ഈസ് ആൻ MLA ഫ്രം കേരള. ഓക്കെ. എം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എം അല്ലേ? MLA. അപ്പം എ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരം. സ്വരാക്ഷരത്തിന് ആൻ. ക്ലിയർ? അതാണ് ഇവിടെ നിങ്ങൾ ഫസ്റ്റ് സാധാരണ വവൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ച വവൽ വെച്ച് നോക്കും. AEIO ഉണ്ടോ എന്ന് നോക്കും. ഇവിടെ ഇല്ല. ബട്ട് അവിടെയല്ല, വവൽ സൗണ്ട്സ്. നമ്മൾ സൗണ്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഉച്ചരിച്ച് നോക്കുക. വി എക്സ്പെക്റ്റ് ആൻ ഒഫീഷ്യൽ. ഇവിടെ വലിയ കൺഫ്യൂഷൻ ഇല്ല. കാരണം ഒഫീഷ്യൽ സ്വരാക്ഷരമാണ്. ഒഫീഷ്യൽ ആൻ. ഓക്കെ. ഹീസ് ആൻ LD ക്ലർക്ക്. LD എന്ന് പറയുന്നത് സ്വരാക്ഷരമാണ്. ക്ലിയർ? ഗ്രീസ് ഈസ് എ യൂറോപ്യൻ കൺട്രി. യാ വ്യഞ്ജനാക്ഷരമാണ്. സോ എ. ഹി ബോട്ട് എ ന്യൂ കാർ. വ്യഞ്ജനാക്ഷരം ന്യൂ. ഷി വാസ് എ യൂണിവേഴ്സിറ്റി. യാ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരം എ. ക്ലിയർ? സോ വളരെ ഈസിയാണ്. ഇതിൽ വലിയ കൺഫ്യൂഷൻസ് ഇല്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്തോറും നിങ്ങൾക്കത് ക്ലിയറായി വരും. സോ ഈ പാട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊനൗൺസ് ചെയ്ത് ഉച്ചരിച്ച് നോക്കുക. മലയാളത്തിലേക്ക് ഉച്ചരിച്ച് നോക്കുക. സ്വരാക്ഷരങ്ങളാണ് വന്നതെങ്കിൽ, ആദ്യത്തെ ലെറ്റർ സ്വരാക്ഷരമാണ് വന്നതെങ്കിൽ നേരെ എന്ത് ചെയ്യുക? ആൻ യൂസ് ചെയ്യുക. അല്ല എങ്കിൽ എ. ക്ലിയർ? സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ യുവർ ടൈം. സോ വി വിൽ സീ ഇൻ യുവർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക്സ് എ ലോട്ട്.